ഹലോ വെൽക്കം ഓൾ ഓഫ് യു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷനിലെ ബ്ലോക്ക് 3 യൂണിറ്റ് 1 ആണ് സ്പീക്കിംഗ്. Speaking is the most effective way to communicate. The ability to order words together meaningfully, to communicate thoughts, opinions and feelings provides the speaker with these important benefits. അതായത് എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗുണങ്ങളാണ് ഒരു സ്പീക്കറിന്, അതായത് നല്ല രീതിക്ക് വേർഡ്സ് എല്ലാം യോജിപ്പിച്ച് മീനിങ് ഫുള്ളി അത് കൺവേ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്പീക്കറിന് ആളുടേതായിട്ടുള്ള പേഴ്സണൽ ഒപ്പീനിയൻ ഒരു കാര്യത്തിൽ കൊണ്ടുവരാനും ആളുടെ ഫീലിങ്സ് നല്ലപോലെ കൺവേ ചെയ്യാനും പറ്റുന്ന ഒരു സ്പീക്കറിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഉണ്ടായിട്ടിരിക്കുക. ഫസ്റ്റ് വൺ, എബിലിറ്റി ടു ഇൻഫോം, കൺവീൻസ് ആൻഡ് ഡയറക്റ്റ്. ആൾക്കാരെ സ്വാധീനിക്കാനുള്ള കഴിവ്, വാക്കുകൾ കൊണ്ട് ആൾക്കാരെ സ്വാധീനിക്കാനുള്ള കഴിവ്. എബിലിറ്റി ടു സ്റ്റേ ഡിഫറെൻറ്റ്, കരിയർ എൻഹാൻസ്മെൻറ്റ്, personal satisfaction, critical thinking, making new social connects, building leadership skills, developing vocabulary and fluency. vocabulary നമ്മൾ പറഞ്ഞതാണ്, ഒരു വേർഡ് ആ വേർഡിൻ്റെ മീനിങ്ങും അത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവുന്ന രീതിയാണ് vocabulary കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം ആഴത്തിൽ ഒരാൾക്ക് വേർഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ള ആ ഒരു എബിലിറ്റിയാണ് vocabulary കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയും കഴിവുകളാണ് ഒരാൾക്ക് സ്പീക്കിങ്ങിലൂടെ, നന്നായി സ്പീക്കിങ്ങിലൂടെ ഒരാൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതിലേതെങ്കിലും ഒരു 3-4 എണ്ണം ഈസി ആയിട്ടുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ ഒരു 2 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. Then the primary purpose of a speech is to deliver a message to the audience. എന്ത് മെസ്സേജ് ആണെങ്കിലും ആ ഒരു മെസ്സേജ്, ആൾ ഉദ്ദേശിച്ച രീതിയിലുള്ള മെസ്സേജ് ഓഡിയൻസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സ്പീക്കിങ്ങിലൂടെയുള്ള മേജർ എയിം എന്ന് പറയുന്നത്. സ്പീച്ചസ് ഹാവ് ദി പവർ ഓഫ് ടച്ചിങ് ഹാർട്ട്സ്. ശരിയല്ലേ? നമ്മൾ ചില സ്പീച്ചസ് ഒക്കെ കേൾക്കുമ്പോൾ അറിയാം, ചില ആൾക്കാരുടെ സ്പീച്ചസ് ഒക്കെ നമുക്ക് അത്രയും മനസ്സിൽ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലണ രൂപത്തിലുള്ള സ്പീച്ചസ് ആയിരിക്കും ചിലരുടെ. നമുക്ക് കുറേ അധികം കണക്ട് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് ആയിരിക്കും അവർ പറയുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഒരു കഴിവ് ഒരു നല്ല സ്പീക്കറിന് ഉണ്ടെന്നാണ് പറയണത്. വി ഷാൽ ലുക്ക് അറ്റ് ദി സ്പീച്ചസ് ഇൻ 3 ഡിഫറെൻറ്റ് വേസ്. ഒരു സ്പീച്ചിനെ 3 ഡിഫറെൻറ്റ് വേസിൽ നമുക്ക് നോക്കിക്കാണാനായിട്ട് പറ്റും. ഏതൊക്കെയാണ്? അക്കോർഡിംഗ് ടു ഡെലിവറി, അക്കോർഡിംഗ് ടു പർപ്പസ്, അക്കോർഡിംഗ് ടു സ്പെഷ്യൽ ഒക്കേഷൻ. എങ്ങനെയാണ് ഡെലിവർ ചെയ്യുന്നത്, ഒരു സ്പീച്ച് ഏത് രീതിയിലാണ് ഡെലിവർ ചെയ്യുന്നത് എന്നുള്ള രൂപത്തിലും, അതേപോലെ തന്നെ ആ സ്പീച്ച് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള രൂപത്തിലും, ഏതൊക്കെ ഒക്കേഷൻസിലാണ് അത് ഉപയോഗിക്കുന്നത് എന്നുള്ള രൂപത്തിലും, ഇങ്ങനെ 3 രൂപത്തിൽ 3 വേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്പീച്ചസിനെ നോക്കി കാണാൻ പറ്റും. ടൈപ്സ് ഓഫ് സ്പീച്ച് അക്കോർഡിംഗ് ടു ദി ഡെലിവറി. നമ്മൾ പറഞ്ഞു ഡെലിവറി അനുസരിച്ച്, പർപ്പസ് അനുസരിച്ച്, അതേപോലെ തന്നെ സ്പെഷ്യൽ ഒക്കേഷൻസ് അനുസരിച്ച് 3 വേയിലാണ് നമുക്കൊരു സ്പീച്ചസിനെ നോക്കി കാണാനായിട്ട് പറ്റുക. അതിൽ ഫസ്റ്റ് വേ എന്ന് പറയുന്നത് ഡെലിവറി അനുസരിച്ചാണ്. ഡെലിവറി അനുസരിച്ച് 4 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, 1 വേർഡ്സ് ആയിട്ടും ചിലപ്പോൾ ചോദിക്കാം. ഫസ്റ്റ് വൺ, ഇംപ്രോംപ്റ്റ് സ്പീക്കിംഗ്. സെക്കൻഡ് വൺ, എക്സ്റ്റെമ്പറേനിയസ് സ്പീക്കിംഗ്. തേർഡ് വൺ, മനുസ്ക്രിപ്റ്റ് സ്പീക്കിംഗ്. ദെൻ ഫോർത്ത് വൺ, മെമ്മറൈസ്ഡ് സ്പീക്കിംഗ്. ഇനി ഇത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്നുള്ളത് അതിൻ്റെ താഴെ പോയിന്റ്സ് ആക്കിയിട്ട് അത് ഹെഡ്ലൈൻ ആക്കിയിട്ട് നമ്മൾ നോക്കും. ഫസ്റ്റ് വൺ, ഇംപ്രോംപ്റ്റ് സ്പീക്കിംഗ്. ഇംപ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ മീനിങ്, അതായത് കൃത്യമായി പ്രിപ്പയർ ചെയ്യാത്ത ഒരു രീതി, അതാണ് ഇംപ്രോംപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലെന്തൊക്കെയാണ് വരുന്നത്? വെൻ യു ഹാവ് നോട്ട് പ്ലാൻഡ് ഓർ പ്രിപ്പയർഡ് ടു ഡെലിവർ എ സ്പീച്ച് ഇൻ അഡ്വാൻസ്. അതായത് മുൻകൂട്ടി ഒരു സ്പീച്ചിൽ എന്തൊക്കെ പറയണം എന്നുള്ളത് പ്ലാൻ ചെയ്യാതെ പോയി അവിടെ നിന്ന് സ്പോണ്ടേനിയസ് ആയി പറയുന്ന രീതിയാണ് ഇംപ്രോംപ്റ്റ് സ്പീക്കിംഗ്. ദിസ് കൈൻഡ് ഓഫ് സ്പീച്ചസ് ആർ സ്പോണ്ടേനിയസ്ലി ക്രാഫ്റ്റഡ്. വെൻ യു ലാക്ക് സഫിഷ്യൻറ്റ് ടൈം ഫോർ പ്രിപ്പറേഷൻ, ദിസ് ടെക്നിക് ക്യാൻ ബി യൂസ്ഡ്. നമുക്ക് പ്രിപ്പറേഷനായിട്ട് അധികം സമയം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്നാണ് അറിഞ്ഞത്, അങ്ങനെ നമ്മൾ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ അവിടെ പോയി നിന്ന് നമ്മുടെ സ്പോണ്ടേനിയസിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു സ്പീച്ച് ഡെലിവർ ചെയ്യുക. ആ ഒരു മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്? ഇംപ്രോംപ്റ്റ് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ, എക്സ്റ്റെമ്പറേനിയസ് സ്പീക്കിംഗ്. Speaker who has carefully prepared and planned his speech without assistance of any notes. ഇത് നേരെ തിരിച്ചാണ് അല്ലേ? ഇംപ്രോംപ്റ്റ് സ്പീക്കിങ്ങിൻ്റെ നേരെ തിരിച്ചാണ്. ഏത് കാര്യത്തിൽ? പ്ലാനിങ്ങിൻ്റെ കാര്യത്തിൽ. ഇംപ്രോംപ്റ്റ് സ്പീക്കിങ്ങിൽ പ്ലാനിങ്ങേ ഇല്ല, അവിടെ പോയി നമ്മൾ എന്താണ്, സ്പോണ്ടേനിയസ് ആയിട്ട് സ്പീച്ച് ഡെലിവറിയാണ്. പക്ഷേ എക്സ്റ്റെമ്പറേനിയസ് സ്പീക്കിങ്ങിൽ പ്ലാനിങ് ഉണ്ട്, കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് സ്പീച്ച് ഡെലിവർ ചെയ്യുന്നത്. മുൻകൂട്ടി എന്ത് ചെയ്തിട്ടുള്ളത്, സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള സ്പീച്ചാണ് ഡെലിവർ ചെയ്യുന്നത്. പക്ഷേ എന്തില്ല, ഒരു നോട്ടിലോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റോ നോക്കിയിട്ടല്ല വായിക്കുന്നത്, നേരിട്ട് ഐ കോണ്ടാക്റ്റ് നടത്തി ഡെലിവർ ചെയ്യുന്ന സ്പീച്ചാണ് എന്തെന്ന് പറയുന്നത്? എക്സ്റ്റെമ്പറേനിയസ് സ്പീച്ച്. ദെൻ തേർഡ് വൺ, മനുസ്ക്രിപ്റ്റ് സ്പീക്കിംഗ്.
ഇതെന്താണ് നമ്മൾ എഴുതി വെച്ചിട്ടുള്ളത്. നമുക്കൊരു പേപ്പറിൽ നമ്മൾ എന്താണോ സ്പീച്ചസിനുള്ളത് ആ ഒരു സ്പീച്ചിൽ നമ്മൾ എന്താണോ പറയണത് അതെല്ലാം എഴുതി വെച്ച് അത് നോക്കി വായിക്കുന്ന രീതിയാണ്. അത് നോക്കി വായിച്ച് നമ്മളൊരു സ്പീച്ചായിട്ട് ഡെലിവർ ചെയ്യുന്ന രീതിയാണ് മനുസ്ക്രിപ്റ്റ് സ്പീക്കിങ്ങിലുള്ളത്. Made with assistance of a manuscript, the speaker pays his or her complete attention on the printed page while delivering this kind of speech. It is not an effective type of speaking compared to others, but it is the easiest. നോട്ട് ആൻ എഫക്റ്റീവ് ടൈപ്പ് എന്ന് പറയാൻ കാരണം എന്താണ്? ഒരു ഐ കോണ്ടാക്റ്റും ഇല്ല, ഒരു ബോഡി ലാംഗ്വേജും ഇല്ലാതെ ഈ പേപ്പറിൽ നോക്കി, ഈ പേപ്പറിൽ എന്താണുള്ളത് ആ ഒരു പ്രിൻറ്റഡ് പേപ്പറിൽ അത് നോക്കി അങ്ങനെ വായിച്ചു പോവാണ്. അതായത് സ്പീക്കറും അതേപോലെ തന്നെ ഓഡിയൻസും തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ അവിടെ വരുന്നില്ല, ഐ കോണ്ടാക്റ്റ് അവിടെ വരുന്നില്ല. അങ്ങനെ ബാക്കിയുള്ള സ്പീച്ചസിൽ നിന്നും കുറേ അധികം എഫക്റ്റീവ് അല്ലാത്തത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ് എഴുതാൻ പറ്റുക? മനുസ്ക്രിപ്റ്റ് സ്പീക്കിംഗ് ആണ് എഴുതാൻ പറ്റുക. പക്ഷേ ഇറ്റ് ഈസ് ദി ഈസിയസ്റ്റ് വേ അല്ലേ? നോക്കി വായിക്കുക എന്നുള്ളത് ഒരു ഈസിയസ്റ്റ് വേ ആണ്. Then there is a greater possibility of losing interest of the audience as the involvement of the speaker is barely taking place. ശരിയല്ലേ? ഓഡിയൻസിന് എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്? ഇൻട്രസ്റ്റ് ലോസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, ഇൻട്രസ്റ്റ് പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താണ്? അവർ എഴുതി കൊണ്ടുവന്നത് നോക്കി അതേപോലെ വായിച്ചു പോകണം. അതിൻ്റെ ഇടയിൽ ഓഡിയൻസിനോടൊന്ന് ഇൻറ്ററാക്ട് ചെയ്യാനോ അവരിനായിട്ട് ഒരു ഐ കോണ്ടാക്റ്റ് നടത്താനോ ആരും ശ്രമിക്കണില്ല, സ്പീക്കർ ശ്രമിക്കണില്ല. എക്സാമ്പിൾ, റീഡിങ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ബിഫോർ ലോഞ്ച് ചെയ്യണതിന് മുന്നേ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുന്നത് ഏതിൽ പെടുന്നതാണ്? അല്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ് സ്പീച്ച് ഏതിൽ പെടുന്നതാണ്? മനുസ്ക്രിപ്റ്റ് സ്പീക്കിങ്ങിൽ പെടുന്നതാണ്. ഇതിൽ മെയിനായിട്ടും നോട്ട് ചെയ്ത് വെക്കേണ്ടത്, അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് നോക്കി വായിക്കുന്ന സമയത്ത് ഓഡിയൻസിനുള്ള ഇൻട്രസ്റ്റ് കുറയാണ്, പക്ഷേ ഈസിയസ്റ്റ് ഫോമാണ്. അതേപോലെ തന്നെ നോട്ട് ആൻഡ് എഫക്റ്റീവ് ടൈപ്പ്. Then fourth one, memorized speaking. Last one അല്ലേ, memorized speaking. Mindless recitation of the specific message that the speaker has added to the memory. അതായത് ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയാന്ന് പറയില്ലേ? If the orators choose to read the script from the paper while performing it, it will not have any effect. അതായത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞതിൽ എന്താണ്? ഒരു പ്ലാനിങ്ങും ഇല്ലാതെ. സെക്കൻഡ് എന്താണ് പറഞ്ഞത്? പ്ലാനിങ് ഉണ്ട്, പക്ഷേ ഒരു നോട്ടിലൊന്നും നോക്കാതെ വായിക്കുക. മനുസ്ക്രിപ്റ്റിൽ എന്താ പറഞ്ഞത്? ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, അത് നോക്കി മാത്രം വായിക്കുക. യാതൊരു ഐ കോണ്ടാക്റ്റും ഓഡിയൻസിനായിട്ട് വരുന്നില്ല, ഓഡിയൻസിന് ഇൻട്രസ്റ്റ് ലോസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്നൊക്കെ പറഞ്ഞു. ഫോർത്ത് ആണ് എന്താണ് പറഞ്ഞത്? മെമ്മറൈസ്ഡ് സ്പീക്കിംഗ്. മെമ്മറൈസ്ഡ് സ്പീക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പീക്കറിൻ്റെ മുന്നത്തെ എക്സ്പീരിയൻസിൽ നിന്നും അല്ലെങ്കിൽ മുന്നേ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയാം. ഈ ഒരു മെത്തേഡ് ഓഫ് സ്പീക്കിങ്ങിൽ സ്പീക്കറിൻ്റെ മുന്നിൽ ഒരു റിട്ടൺ ഫോർമാറ്റ് ഉണ്ടാവും. അതായത് എങ്ങനെയൊക്കെയാണ് സ്പീച്ച് ഡെലിവറി ചെയ്യേണ്ടത്, ഏതൊക്കെ പോയിന്റ്സ് ആണ് വേണ്ടത് എന്നുള്ള ഒരു റിട്ടൺ പേജ് ഉണ്ടാവും, പ്രിന്റഡ് പേജ് ഉണ്ടാവും. പക്ഷേ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഓഡിയൻസിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് എന്നാൽ ഈ റിട്ടൺ പേജ് മുന്നിൽ വെച്ചുകൊണ്ട് വായിക്കുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത്? മെമ്മറൈസ്ഡ് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. ഇതിൽ റിട്ടൺ പേജിലേക്ക് മാത്രം നോക്കി വായിക്കുകയാണെങ്കിൽ അത് എന്തായിട്ട് മാറും? മനുസ്ക്രിപ്റ്റ് ആയിട്ട് മാറും അല്ലേ? ദെൻ ടൈപ്സ് ഓഫ് സ്പീച്ചസ് അക്കോർഡിംഗ് ടു ദി പർപ്പസ്. ഫസ്റ്റ് നമ്മൾ എന്ത് പറഞ്ഞു? ഡെലിവറി അനുസരിച്ച് എങ്ങനെയൊക്കെ സ്പീച്ചസിനെ ക്ലാസിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് വൺ, പർപ്പസ് അനുസരിച്ച് എങ്ങനെയൊക്കെ സ്പീച്ചസിനെ ക്ലാസിഫൈ ചെയ്യാം. 4 ടൈപ്പാണ് അതിലും വരുന്നത്. പെർസ്വാസീവ് സ്പീച്ച്, ഇൻഫോർമേറ്റീവ് സ്പീച്ച്, ഡെമോൺസ്ട്രേറ്റീവ് സ്പീച്ച്, എൻ്റർടൈനിങ് സ്പീച്ച്. First one, persuasive speech. The speaker tried to convince the audience. The speaker makes an attempt to change the audience beliefs, values or views on a particular subject. അതായത് ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റിയിട്ട് ആൾക്കാരുടെ വിശ്വാസം അല്ലെങ്കിൽ ആൾക്കാരുടെ വ്യൂ പോയിന്റ്സ് കൺവിൻസ് ചെയ്ത് ഈ സ്പീക്കർ പറയുന്ന രീതിയിലുള്ള വ്യൂ പോയിന്റിലേക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ പ്രേരിപ്പിക്കുന്ന ഒരു സ്പീച്ചാണ് എന്തെന്ന് പറയുന്നത്? പെർസ്വാസീവ് സ്പീച്ച്. This type of speech is most difficult because it is very hard to convince people by changing their perspective. അല്ലെ, ആൾക്കാർക്ക് ഓരോ രീതിയിലുള്ള പെർസ്പെക്റ്റീവ് ഉണ്ടാവും. അവരുടെ ചിന്താഗതി എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് സ്പീക്കർ പറയുന്ന രീതിക്ക് ചിന്തിക്കാൻ ആൾക്കാരെ കൺവിൻസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ്. ദെൻ ഇറ്റ് ഈസ് ദി ഹാർഡസ്റ്റ് അറ്റ് ദി സെയിം ടൈം ദി മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ വൺ. കൺവിൻസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഹാർഡസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ വൺ ഏതാണ്? പെർസ്വാസീവ് സ്പീച്ചാണ്. ദെൻ സെക്കൻഡ് വൺ, ഇൻഫോർമേറ്റീവ് സ്പീച്ച്. ദ സ്പീക്കർ അറ്റംപ്റ്റ്സ് ടു ഇൻഫോം എ പർട്ടിക്കുലർ സബ്ജക്റ്റ് ടു ദി ഓഡിയൻസ്.
information about particular region, person, problem, etc. The speech supplies useful information. അതായത് എന്തെങ്കിലും ഒരു സബ്ജക്റ്റിനെ പറ്റി ഇൻഫോർമേഷൻ പകർന്നു കൊടുക്കുക, അതായത് അറിവ് പകർന്നു കൊടുക്കുക. ആ ടോപ്പിക്കിൽ എന്തൊക്കെയാണ് വരുന്നത്, എന്തൊക്കെയാണ് അത് ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ള അറിവ് പറഞ്ഞു കൊടുക്കുക. ഒരു സ്പെസിഫിക് ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻ പകർന്നു കൊടുക്കുന്ന രീതിയിലുള്ള സ്പീച്ചസ് ആണ് ഇതിൽ വരുന്നത്, ഇൻഫോർമേറ്റീവ് സ്പീച്ചിൽ വരുന്നത്. പേരിൽ തന്നെ അതുണ്ട്, ഇൻഫോർമേറ്റീവ് സ്പീച്ച്. എന്താണ് ഇൻഫോർമേഷൻ പകർന്നു കൊടുക്കുന്നതിന്. പെർസ്വാസീവ് സ്പീച്ച് പെർസ്വാസീവ് എന്ന് പറഞ്ഞാൽ തന്നെ നിർബന്ധിപ്പിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ കൺവിൻസ് ചെയ്യാനുള്ള സ്പീച്ച്. പേരിൽ തന്നെ ആ സ്പീച്ചസിൻ്റെ താഴെ എന്തൊക്കെ പോയിന്റ്സ് എഴുതണം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ദെൻ ഡെമോൺസ്ട്രേറ്റീവ് സ്പീച്ച് ഡെമോൺസ്ട്രേറ്റ് എ സ്പെസിഫിക് ആക്ഷൻ. ഇറ്റ് എക്സ്പ്ലെയിൻസ് ഹൗ എ പെർട്ടിക്കുലർ ആക്ഷൻ നീഡ്സ് ടു ബി എക്സിക്യൂട്ടഡ്, ഫോക്കസസ് ഓൺ ആൻ ആക്ഷൻ ഓഫ് സംതിങ്. ഡെമോൺസ്ട്രേറ്റീവ് സ്പീച്ചിൽ മെയിനായിട്ടും വെർബൽ കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല, അതായത് സംസാരിക്കുന്നത് മാത്രമല്ലാതെ സ്പീച്ച് പറയുന്നത് മാത്രമല്ലാതെ കുറേ അധികം വിഷ്വൽ എയ്ഡ്സ് കൂടി, ഇപ്പോൾ പ്രൊജക്ടറിലായാൽ പോലും അത് കാണിച്ചു തന്ന് അതും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സ്പീച്ചാണ് എന്തെന്ന് പറയുന്നത് ഡെമോൺസ്ട്രേറ്റീവ് സ്പീച്ച് എന്ന് പറയുന്നത്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ, ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പഠിപ്പിച്ച് തരിക, അതായത് ലൈഫിലെ ഗോൾസ് എല്ലാം എങ്ങനെ അച്ചീവ് ചെയ്യണം എന്നൊക്കെ നമ്മളെ പഠിപ്പിച്ച് തരുന്ന രീതിയിൽ, എന്തെങ്കിലും ഒരു കാര്യം പഠിപ്പിച്ച് തരുന്ന രീതിയിലുള്ള സ്പീച്ചസ് ആണ് എന്തെന്ന് പറയുന്നത് ഡെമോൺസ്ട്രേറ്റീവ് സ്പീച്ച്. ദെൻ entertaining speech meant for entertaining the audience, providing pleasure and entertainment which lets the audience laugh as the major purpose. അതായത് ആൾക്കാരെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട്, ആൾക്കാർക്കൊരു എൻ്റർടൈൻമെൻറ്റ് നൽകാൻ വേണ്ടിയിട്ടുള്ളതാണ് ഏത് എൻ്റർടൈനിങ് സ്പീച്ച്. കണ്ടോ, പേരിൽ തന്നെ അത് നമുക്ക് എടുത്തെഴുതാനായിട്ട് പറ്റും. ദെൻ ടൈപ്സ് ഓഫ് സ്പീച്ചസ് അക്കോർഡിംഗ് ടു സ്പെഷ്യൽ ഒക്കേഷൻ. അതായത് നമ്മൾ 2 ടൈപ്സ് ഓഫ് സ്പീച്ചസും ഡിസ്കസ് ചെയ്തു, ഡെലിവറി അനുസരിച്ചിട്ടുള്ളതും അതേപോലെ തന്നെ പർപ്പസ് അനുസരിച്ചിട്ടുള്ള സ്പീച്ചും നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് വൺ സ്പെഷ്യൽ ഒക്കേഷൻ. അക്കോർഡിംഗ് ടു സ്പെഷ്യൽ ഒക്കേഷൻ 8 കോമൺ ടൈപ്സ് ഓഫ് സ്പെഷ്യൽ ഒക്കേഷൻ സ്പീച്ചസ്. മറ്റേ ഇതിൽ 2ലും 4 ഉണ്ടായിരുന്നത്, ഇതിൽ എത്രയാണ് 8 ആണ്. സോ ഒരു എസ്സേക്കുള്ള സ്കോപ്പ് ഇവിടെ ഉണ്ട്. ദെൻ ഫസ്റ്റ് വൺ ഇൻട്രൊഡക്ഷൻ. In order to introduce a speaker who is going to deliver a speech, by this attention of the audience is invited towards the main speaker, usually short and brief. കോളേജ് ഫംഗ്ഷനിലായാലും അതിലൊരു ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഗസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റുഡൻറ്റ് നമുക്ക് എന്ത് ചെയ്യും, ഇന്ന ഗസ്റ്റാണ് വന്നിരിക്കുന്നത്, ഇന്ന കാര്യങ്ങളൊക്കെയാണ് അവർ അച്ചീവ് ചെയ്തിട്ടുള്ളത്, നമുക്ക് ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ആ ഒരു ഷോർട്ട് സ്പീച്ച് ഉണ്ടല്ലോ, അതാണ് ഇതിൽ വരുന്നത് ഇൻട്രൊഡക്ഷൻ ഫേസിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഏതാണ്, പ്രസൻറ്റേഷൻ. ഡെലിവേർഡ് അറ്റ് അവാർഡ് ഫംഗ്ഷൻസ് വേർ എ പേഴ്സൺ പ്രസൻസ് ആൻ അവാർഡ് ഓർ ഡിസ്ട്രിബ്യൂട്ട്സ് എ പ്രൈസ്, മൊമെന്റ് ഓഫ് റെക്കഗ്നീഷൻ ടു ദി റെസിപ്പിയൻസ് അച്ചീവ്മെന്റ്. ഈ അവാർഡ് ഫംഗ്ഷൻസിനൊക്കെ കണ്ടിട്ടില്ലേ, ആ ഒരു വ്യക്തി ആർക്കാണോ പ്രൈസ് കൊടുക്കുന്നത് അവരുടെ പേര് അനൗൺസ് ചെയ്തതിന് ശേഷം അവർ എന്ത് അച്ചീവ്മെൻ്റ് ആണ് നേടിയിരിക്കുന്നത് എന്നുകൂടി പറയുന്ന ഒരു ഷോർട്ട് സ്പീച്ചാണ് എന്ത് പ്രസൻറ്റേഷനിൽ വരുന്നത്. Toast. It is a brief commendation to a particular person or an event to appreciate or honor people. അതായത് സിംപ്ലി ഇപ്പോൾ 10ൽ നല്ല മാർക്ക് ഫുൾ A+ കിട്ടിയ കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങ് എന്നൊക്കെ പറയുമ്പോൾ അവരിനെ ആദരിക്കുന്ന രീതിയിൽ അവർ നടത്തുന്ന ഒരു ഇൻട്രൊഡക്ഷൻ പ്രസംഗമാണ് എന്തെന്ന് പറയുന്നത് ടോസ്റ്റിൽ വരുന്നത്. ദെൻ റോസ്റ്റ്. Speech of tribute and humorous teasing on the person who is being honored. Speaker praises the person for his or her noteworthy achievement. അതായത് അത്രയും ശ്രദ്ധേയമായിട്ടുള്ള ഒരു നേട്ടം കൈവരിച്ചിട്ടുള്ള ആളെ ഹ്യൂമറസ് ആയിട്ട് ആദരിക്കുക. അതായത് ഒരു ഫോർമൽ ആയിട്ടുള്ള രീതി കൊണ്ടുവരാതെ ഇൻഫോർമൽ ആയിട്ടുള്ള രീതി കൊണ്ടുവന്നുകൊണ്ട് ഹ്യൂമറസ് ആയിട്ട് ആദരിക്കുക. ആ ഒരു രീതിയാണ് എന്തെന്ന് പറയുന്നത് റോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ആക്സെപ്റ്റൻസ്. Delivered by the person who has just accepted an award, it gives an opportunity to the recipient to express gratitude. അതായത് അവരുടെ നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു അവാർഡ് കൊടുക്കുന്നതിന് മുന്നേ ഉള്ള പ്രസംഗം പറഞ്ഞു, അവാർഡ് കൊടുത്തതിന് ശേഷം അവർ പറയുന്നത്, അതായത് ഈ അച്ചീവ്മെൻറ്റ് നേടിയിട്ടുള്ള അവാർഡ് നേടിയിട്ടുള്ള ആൾ ഇങ്ങനെ സംസാരിക്കുമല്ലോ, ഞാൻ ഈ അവാർഡ് കിട്ടുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, ഇവർക്കൊക്കെ നന്ദി എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കില്ലേ, ആ ഒരു സ്പീച്ചാണ് ഇതിൽ വരുന്നത് ആക്സെപ്റ്റൻസിൽ വരുന്നത്. ദെൻ കൊമമറേറ്റീവ് സ്പീച്ച്. അതായത് അനുസ്മരിക്കുന്ന രീതിയിൽ ഈ അവസരത്തിൽ ഇന്ന വ്യക്തിയെ ഞാൻ അനുസ്മരിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന ആൾക്കാരെ ഞാൻ അനുസ്മരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു മീറ്റിങ്ങിലോ അല്ലെങ്കിൽ സെമിനാർ പ്രസൻറ്റേഷൻ്റെ ഇടയിൽ പറയുന്ന സ്പീച്ചാണ് ഏത് കൊമമറേറ്റീവ് സ്പീച്ച്. ദിസ് കൈൻഡ് ഓഫ് സ്പീച്ചസ് ആർ പ്രസൻറ്റഡ് അറ്റ് കോൺഫറൻസസ്, കോൺക്ലേവ്സ്, സെമിനാർസ് ഓർ മീറ്റിംഗ്സ്. ഈ ഒരു സ്പീച്ചസ് എവിടെയൊക്കെയാണ് പറയേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ ഒരു 1 വേർഡ്സ് ഒക്കെ ചോദിക്കും, ഇത് എവിടെയാണ് ഉപയോഗിക്കേണ്ടത്, ഇവിടെ വരുന്ന സ്പീച്ച് ഏതാണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ കോൺഫറൻസ്,
conferences, conclaves, seminars or meetings to compliment or applaud someone or something. Then seventh one, farewell. ഫെയർവെൽ എന്ന് പറഞ്ഞാൽ തന്നെ ഫെയർവെല്ലിന് പറയുന്ന സ്പീച്ച് അത്രയേ ഉള്ളൂ. വെൻ someone leaves an institution or organization, and അല്ല ആൻ ആണ് അവിടെ, leaves an institution or organization or farewell functions, അതായത് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഒരാൾ പിരിയാണ്. അപ്പോൾ ആ പിരിയുന്ന സമയത്ത് അവർ പറയുന്ന സ്പീച്ചാണ് ഏത്, ഫെയർവെൽ. ഇറ്റ് ഈസ് എ പ്ലാൻഡ് ഗുഡ് ബൈ സ്പീച്ച്. ദെൻ യൂളജി, delivered at funeral and memorial ceremonies to glorify the person who has just passed away. മരണാനന്തര ചടങ്ങായിട്ട് ബന്ധപ്പെട്ടിട്ട് മരിച്ച ആളിനെ പറ്റിയിട്ട് പറയുകയും അതേപോലെ തന്നെ അവരുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ കണ്ടോലസൻസ് നൽകുന്ന ആ ഒരു സ്പീച്ചാണ് എന്തെന്ന് പറയുന്നത്, യൂളജി. Then speaking to the mirror. This technique can be used when you are doubtful about your talent and confused about your confidence. അതായത് നമുക്ക് ആത്മവിശ്വാസം ഇല്ലാതാവണ ഒരു സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ കഴിവിനെ വിശ്വസിക്കാൻ പറ്റാത്തൊരു സമയത്ത് കണ്ണാടി നോക്കിയിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യാൻ അത് ഒരുപാട് സഹായിക്കും എന്നാണ് പറയുന്നത്. യുവർ സെൽഫ് റെസ്പെക്ട് ഈസ് മെയ്ഡ് സ്ട്രോങ് ആൻഡ് യുവർ സെൽഫ് വർത്ത് ഇസ് നോൺ ടു യുവർ സെൽഫ് ആൻഡ് അതേഴ്സ് ത്രൂ സെൽഫ് കോൺഫിഡൻസ്. അതായത് നിങ്ങൾക്ക് എത്രമാത്രം വിലയുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം കഴിവുള്ള വ്യക്തിയാണെന്നുള്ളത് നിങ്ങൾക്കും അതേപോലെ തന്നെ മറ്റുള്ളവർക്കും മനസ്സിലാക്കി കൊടുക്കുന്നത് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസിലൂടെയാണ്. എ ഗുഡ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് പ്രസൻസ് ഓഫ് മൈൻഡ് ആസ് എ ഗിഫ്റ്റ് ഓഫ് സെൽഫ് കോൺഫിഡൻസ്. മിറർ ടെക്നിക് ക്യാൻ ബൂസ്റ്റ് അവർ സെൽഫ് കോൺഫിഡൻസ്. ദിസ് ഈസ് വെരി കോമൺ എക്സസൈസ് ടു എൻഹാൻസ് കോൺഫിഡൻസ് ആൻഡ് പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ്. The mirror will be your most trusted companion and a credible self-analysis tool. അതായത് വേറെ ഒരാളോട് പറയുമ്പോൾ ആ ഒരു മടിയെല്ലാം ഒഴിവാക്കാനായിട്ട് നമുക്ക് ബെസ്റ്റ് കമ്പാനിയനായിട്ട്, ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള കമ്പാനിയനായിട്ട് എന്തിനെ കണക്കാക്കാം, മിററിനെ കണക്കാക്കാം. ആൻഡ് സെൽഫ് അനാലിസിസ് ടൂൾ, അതായത് നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾക്ക് തന്നെ കാണാൻ പറ്റുകയാണ് റിഫ്ലക്റ്റ് ചെയ്തിട്ട്. സോ അതെന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് തന്നെ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തേണ്ടത് എന്നുള്ള രീതിയിൽ നമുക്ക് തന്നെ ചേഞ്ചസ് വരുത്തി പോകാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു സെൽഫ് അനാലിസിസ് ടൂൾ കൂടിയാണ് എന്ത്, മിറർ. ദെൻ മിററിൽ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്. ഈ ഇടയ്ക്ക് ഒരു റീലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ശിവദർശിനി ബിലീവ് യുവർ സെൽഫ്. ആ ഒരു റീലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ആ പിള്ളേർ ആ മിററിൽ നോക്കിയിട്ട് പറയുന്ന ആ റീലൊക്കെ. അതേപോലെ പറയാനുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. ഐ ആം യുണീക്ക്, ഐ ആം സെൽഫ് കോൺഫിഡൻറ്റ്, ഐ ആം ഏബിൾ ടു കൺട്രോൾ മൈ മൈൻഡ്, ഐ ആം കമ്മ്യൂണിക്കേറ്റീവ്, ഐ ആം കോൺഫിഡൻറ്റ് വിത്ത് മൈ നോളജ് ആൻഡ് കോമ്പീറ്റൻസ്, ഐ ആം ഓക്കെ വിത്ത് മൈ സൗണ്ട്, ഐ ആം കോൺഫിഡൻറ്റ് മൈ എബിലിറ്റി. അതായത് നമ്മൾ എന്താണോ എങ്ങനെയാണോ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പഠിക്കുക. ആൻഡ് നമ്മുടെ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ എന്ത് ചെയ്യുക, സോൾവ് ചെയ്ത് ഒരു ബെറ്റർ പേഴ്സൺ ആക്കി കൊണ്ടുവരിക. ദെൻ വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് സ്പീക്കിംഗ് ടു ദി മിറർ? ഇത് ചിലപ്പോൾ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. എന്തൊക്കെയാണ്? യു വിൽ ബി മോർ പോസിറ്റീവ് ആൻഡ് ഒപ്റ്റിമിസ്റ്റിക്, ആക്സെപ്റ്റ് യുവർ ഗുഡ് ക്വാളിറ്റി. ഒപ്റ്റിമിസ്റ്റിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വിശ്വാസം, ഒരു ശുഭാപ്തി വിശ്വാസം എന്നൊക്കെയാണ് ഒപ്റ്റിമിസ്റ്റിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആക്സെപ്റ്റ് യുവർ ഗുഡ് ക്വാളിറ്റി, റിയലൈസ് ഹൂ യു ആർ, നിങ്ങൾ ആരാണെന്ന് സ്വയം തിരിച്ചറിയുക. യു വോണ്ട് ഹാവ് ഫിയർ ടു ലുക്ക് പീപ്പിൾ ഇൻ ദി ഐസ്, യു വിൽ ബി മോർ ഫേം ആൻഡ് സ്ട്രോങ്. അതായത് കണ്ണിൽ നോക്കി സംസാരിക്കാനോ ഒക്കെ ചില ആൾക്കാർക്ക് മടിയായിരിക്കും, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് നാണമായിരിക്കും. അതൊക്കെ സെൽഫ് കോൺഫിഡൻസ് ലാക്ക് ചെയ്യണതിൻ്റെ ഒരു പോയിൻ്റായിട്ട് നമുക്ക് പറയാം. സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആൾ എപ്പോഴും എന്തിൽ വേണം, കണ്ണിൽ നോക്കി വേണം സംസാരിക്കാൻ. ദെൻ understanding your audience. A speaker needs to be prepared to communicate to different types of audience. അതായത് ഒരു സ്പീക്കറിന് പല രീതിയിലുള്ള ഓഡിയൻസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഫ്യൂ ഫാക്ടേഴ്സ് ദാറ്റ് ഡിഫൈൻ ദി ഓഡിയൻസ്. ഓഡിയൻസിനെ ഏതൊക്കെ രീതിയിൽ നമുക്ക് കണക്കാക്കാം, ഓഡിയൻസിനെ എങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യണത്. their understanding or familiarity with the subject. അതായത് സ്പീക്കർ പറയാൻ പോണ സബ്ജക്റ്റിൽ എത്രത്തോളം അറിവുണ്ട് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ദെയർ ടാസ്ക് ഓർ റോൾ, വാട്ട് ദേ വിൽ ഡു വിത്ത് ദി ഇൻഫോർമേഷൻ ഫ്രം ദി സ്പീച്ച്. അതായത് ഈ സ്പീച്ചിൽ നിന്നും കിട്ടിയിട്ടുള്ള അറിവ് കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതും സ്പീക്കർ മനസ്സിലാക്കുക. ദെയർ പൊസിഷൻ, വെദർ ദി ഓഡിയൻസ് ഇസ് എ പാർട്ട് ഓഫ് എനി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ഓർഗനൈസേഷൻ. ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെയോ ഒക്കെ ഭാഗമായിട്ടുള്ള ഓഡിയൻസ് ആണോ അല്ലാത്ത ഓഡിയൻസ് ആണോ എന്നുള്ളതൊക്കെ തിരിച്ചറിയുക. ദെയർ പൊസിഷൻ റിലേറ്റീവ് ടു ദി സ്പീക്കർ, വെദർ ദി ഓഡിയൻസ് ഇസ് പിയർ, സുപ്പീരിയർ ഓർ സബോർഡിനേറ്റ്. അതായത് ഓഡിയൻസിനെ തിരിച്ചറിയുക. ഓഡിയൻസ് പിയർ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണോ അല്ലെങ്കിൽ മുതിർന്നവരാണോ താഴെയുള്ളവരാണോ എന്നൊക്കെ തിരിച്ചറിയാനുള്ള എബിലിറ്റി കൂടി സ്പീക്കറിന് വേണം. ദെൻ
An audience is a group of people who assemble together to listen to the speaker. അതായത് ഓഡിയൻസ്, ഹൂ ആർ ഓഡിയൻസ് എന്നുള്ള ക്വസ്റ്റ്യൻ വരാം ചിലപ്പോൾ 1 മാർക്കായിട്ട്. ആരാണ് ഓഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഓഡിയൻസ് ആരാണ്, നമ്മുടെ സ്പീച്ച് കേൾക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ആണ് ഓഡിയൻസ് എന്ന് പറയുന്നത്. അത് അതേപോലെ എഴുതി വയ്ക്കുക, പോയിന്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഹു അസംബിൾ ടുഗെദർ ടു ലിസൺ ടു ദ സ്പീക്കർ. ദി ഓഡിയൻസ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഫേസ് ടു ഫേസ് ഓർ ത്രൂ കമ്പ്യൂട്ടേഴ്സ്, സെൽ ഫോൺസ് ഓർ അതർ മീഡിയ. ഇപ്പോൾ കുറേ ഓൺലൈൻ ആയിട്ടുള്ള മീറ്റിംഗ്സ് അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടുള്ള സ്പീച്ചസ് ഒക്കെ കാണാറുണ്ട് അല്ലേ. അതിലൊക്കെ എന്താണ്, കമ്പ്യൂട്ടേഴ്സിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും നെറ്റ്വർക്ക് ടെക്നോളജിയിലൂടെ എന്ത് ചെയ്യാണ്, ആൾക്കാരെ കോൺടാക്ട് ചെയ്യാണ്, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. അങ്ങനെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ എങ്ങനെയാണ്, ഫേസ് ടു ഫേസ് ഇൻറ്ററാക്ഷനും നടത്താം. Based on the nature of the audience, they can be classified into 4 types. ഓഡിയൻസിനെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം, നമ്മൾ സ്പീച്ചസ് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാമെന്ന് പഠിച്ചു. ഇനി എന്താണ്, ഓഡിയൻസിനെ നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം, ഏതൊക്കെ ടൈപ്പ് ഓഡിയൻസ് ഉണ്ട്. 4 ടൈപ്പായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഓഡിയൻസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഹോസ്റ്റൈൽ ഓഡിയൻസ്, സെക്കൻഡ് വൺ ക്രിട്ടിക്കൽ ഓഡിയൻസ്, തേർഡ് വൺ അൺഇൻഫോംഡ് ഓഡിയൻസ്, ഫോർത്ത് വൺ സിമ്പത്തറ്റിക് ഓഡിയൻസ്. ഇതിൽ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. ചിലപ്പോൾ ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം കേട്ടോ. Then first one, hostile audience. This audience does not like listening to you. അതായത് കുറേ നേരം ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കാൻ മടിയുള്ള കൂട്ടത്തിലുള്ള ഓഡിയൻസ് ആണ് ഇതിൽ വരുന്നത്, ഹോസ്റ്റൈൽ ഓഡിയൻസിൽ വരുന്നത്. അതായത് ഒരു സ്പീച്ച് ഇങ്ങനെ മുഴുവനായിട്ടും കേട്ടിരിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാരാണ് ഇതിൽ വരുന്നത്, ഹോസ്റ്റൈൽ ഓഡിയൻസിൽ വരുന്നത്. ദി ഇൻഡിഫറൻസ് ഓഫ് ദി ഓഡിയൻസ് ക്യാൻ ഓവർകം ബൈ ദി ഫോളോയിങ് സ്ട്രാറ്റജീസ്. ഇങ്ങനെയുള്ള ആൾക്കാരെ സ്പീച്ച് കേൾക്കാനായിട്ട് എങ്ങനെ പിടിച്ചിരുത്താം എന്നുള്ള ടിപ്സാണ് താഴെ കൊടുത്തിരിക്കുന്നത്. എന്താണ്, യൂസ് ഹ്യൂമർ, തമാശയൊക്കെ പറയാം. സ്പീച്ച് ഭയങ്കര സീരിയസ് ആക്കി കൊണ്ടുപോകാതെ ഇടയ്ക്ക് തമാശയൊക്കെ പറഞ്ഞ് അവരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക. എൻഗേജ് ദം ബൈ ആസ്കിങ് ക്വസ്റ്റ്യൻസ്, അവരോട് ഇടയ്ക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അപ്പോൾ അവരും ഇൻറ്ററാക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ആ ഒരു തോന്നൽ അവിടെ വരികയാണ്. ദെൻ യൂസ് പ്ലൻറ്റി ഓഫ് റെഫറൻസസ് ആൻഡ് ഫാക്ട്സ്, വർക്ക് ഹാർഡ് ഓൺ ഡെവലപ്പിംഗ് ട്രസ്റ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ടിപ്സ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഹോസ്റ്റൈൽ ഓഡിയൻസിനെയും കയ്യിലെടുക്കാൻ പറ്റും. ഏതൊക്കെയാണ്, ഇടയ്ക്ക് തമാശയൊക്കെ പറയുക, പിന്നെ എന്താണ് അവരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, പിന്നെ ഇടയ്ക്ക് ഓരോ സെൻറ്റൻസസ് പറയുമ്പോൾ, അതായത് ഏതെങ്കിലും കഥയോ കാര്യങ്ങളോ ഒക്കെ പറയുമ്പോൾ അത് എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്, ഏത് ബുക്കിൽ നിന്നാണ്, അല്ലെങ്കിൽ ഏതാണ് അതിൻ്റെ റെഫറൻസ്, അതൊക്കെ അവരോട് പങ്കുവയ്ക്കുക. അങ്ങനെ ഒരു ട്രസ്റ്റ് അവിടെ ഫോം ചെയ്യാൻ നോക്കാം. Then second one, critical audience. This kind of audience can be seen at technical conferences or meetings. ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു മീറ്റിംഗ്സിലോ അല്ലെങ്കിൽ ടെക്നിക്കൽ കോൺഫറൻസസിലോ ആണ് ഈ ഓഡിയൻസിനെ കൂടുതലായിട്ടും കാണപ്പെടുന്നത്, ക്രിട്ടിക്കൽ ഓഡിയൻസ്. യു ക്യാൻ യൂസ് ദി ഫോളോയിങ് ടെക്നിക്സ്. ഇവരിൽ എന്ത് ടെക്നിക്കാണ് യൂസ് ചെയ്യാൻ പറ്റുക, പ്രസൻറ്റ് വിത്ത് പ്ലെൻറ്റി ഓഫ് എവിഡൻസ് വിത്ത് സ്ട്രോങ് റെഫറൻസസ്. ഇതൊരു ഫോർമൽ ടൈപ്പ് ഓഫ് മീറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ഫോർമൽ ടൈപ്പ് ഓഫ് ഓഡിയൻസ് ആണ് ക്രിട്ടിക്കൽ ഓഡിയൻസ് എന്ന് പറയുന്നത്. അവിടെ അവർക്ക് വേണ്ടത് ഓരോ കാര്യത്തിനും, പറയുന്ന ഓരോ കാര്യത്തിനും അവർക്ക് പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യുക, എവിഡൻസസ് കൊടുക്കുക, ഓരോരോ തെളിവുകൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത് എന്നുള്ള സ്ട്രോങ് റെഫറൻസസും പങ്കുവെക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ ആർഗ്യൂ ബോത്ത് സൈഡ്സ് ഓഫ് ദി മാറ്റർ, എവിഡൻ്റ്ലി സ്റ്റേറ്റിംഗ് പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ഈച്ച്. പ്രോസ് ആൻഡ് കോൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദോഷവശങ്ങളും നല്ല വശങ്ങളും പറയുക. അതായത് ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ദോഷവശങ്ങളെ പറ്റിയിട്ടും നല്ല വശങ്ങളെ പറ്റിയിട്ടും പറയാനായിട്ട് ശ്രമിക്കുക. അവോയ്ഡ് എക്സാഗ്രേഷൻ ആൻഡ് സ്റ്റിക്ക് ടു ഫാക്ട്സ്. എക്സാഗ്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കാര്യത്തിന് ഭയങ്കര ഓവറായിട്ട്, അതായത് തള്ളി മറിക്കാതെ എന്താണോ സത്യം അത് നേരെ പറയാനായിട്ട് ശ്രമിക്കുക. ദെൻ third one, uninformed audience. Most common type of audience you will see around, they are not so informed. You can make them informed by applying techniques like, അതായത് ഒരു കാര്യത്തെ പറ്റിയിട്ടും അധികം ഒരു വിവരമൊന്നും ഇല്ലാത്ത, അതായത് അധികം ആ ടോപ്പിക്കിനെ, നിങ്ങൾ എന്താണോ പറയാൻ പോകുന്ന ടോപ്പിക്ക്, ആ ടോപ്പിക്കിനെ പറ്റി അധികം അറിവില്ലാത്ത ആൾക്കാർ, അവരെയാണ് ഏതിൽ വരുത്തിയിട്ടുള്ളത്, അൺഇൻഫോംഡ് ഓഡിയൻസിൽ വരുത്തിയിട്ടുള്ളത്. അവരിൽ ഏതൊക്കെ ടെക്നിക്സ് യൂസ് ചെയ്യാം, സ്റ്റാർട്ട് യുവർ പ്രസൻറ്റേഷൻ വിത്ത് ക്വസ്റ്റ്യൻസ് സോ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദി ലെവൽ ഓഫ് നോളജ്. അവരുടെ ലെവൽ എന്താണ്, അവർക്ക് ഏത് ലെവൽ വരെ നോളജ് ഉണ്ട് എന്നത് നിങ്ങൾ പറയാൻ പോകുന്ന ടോപ്പിക്കിൽ നിന്നും എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അവരോട് ചോദിക്കുന്നതിലൂടെ മനസ്സിലാക്കാനായിട്ട് കഴിയും. ദെൻ സ്പെൻഡ് സം ടൈം എക്സ്പ്ലെയിനിങ് ദി ബേസിക്സ് ഓഫ് യുവർ ടോപ്പിക്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ്, ഒന്നും അറിയാത്ത ആൾക്കാരാണ്, അൺഇൻഫോംഡ് പീപ്പിൾസ് ആണ്. അപ്പോൾ അവർക്ക് എന്താണ്, ഒരു കാര്യത്തിൻ്റെ ബേസ് മുതലേ അറിഞ്ഞു വന്നാലാണ് അവർക്കത് ആ ഒരു കാര്യം മുഴുവനായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബേസ് എപ്പോഴും പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഏത് ഓഡിയൻസിൽ ശ്രമിക്കുക, അൺഇൻഫോംഡ് ഓഡിയൻസിൽ ശ്രമിക്കുക. ദെൻ
മേക്ക് യൂസ് ഓഫ് സിമ്പിൾ ലാംഗ്വേജ്, റിലേറ്റ് ഇൻഫോർമേഷൻ ടു സംതിങ് വിച്ച് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ആൻഡ് അസോസിയേറ്റ്. അതായത് ഈ ഒരു ഓഡിയൻസിൽ മെയിനായിട്ടും അൺഇൻഫോംഡ് ആണല്ലോ. അൺഇൻഫോംഡ് ആയതുകൊണ്ട് തന്നെ ബേസിക്സ് മുതലേ അവർക്ക് പറഞ്ഞു കൊടുക്കുക. പിന്നെന്താണ്, ആദ്യം അവരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ അവരുടെ ആ ഒരു നോളജ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ സിമ്പിൾ ലാംഗ്വേജ് ഉപയോഗിക്കുക. അവർക്ക് കൂടി കണക്റ്റ് ആവുന്ന രൂപത്തിൽ, അവർക്ക് കൂടി കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞു കൊടുക്കുക. Then fourth one, last one എന്താണ്, sympathetic audience. This audience is very positive to you in response as they listen and enjoy their presence with you. They are interested in your talk, curious to listen, develop an emotional attachment with you. These people are the easiest to convince. അതായത് നിങ്ങളുടെ സ്പീച്ച് കേൾക്കാൻ വേണ്ടിയിട്ട് അത്രയും ലിസൺ ചെയ്തിരിക്കുന്ന ഓഡിയൻസ്, അത്രയും പോസിറ്റിവിറ്റി തരുന്ന ഓഡിയൻസിനെയാണ് ഈ ഒരു കാറ്റഗറിയിൽ പെടുത്തിയിട്ടുള്ളത്. സിമ്പത്തറ്റിക് ഓഡിയൻസ്, അവരുമായിട്ട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. ദെൻ ഈസിയസ്റ്റ് ടു കൺവിൻസ്. പിന്നെ ഓവർകമ്മിങ് ഇൻഹിബിഷൻസ്, അതായത് നമുക്ക് കുറേ അധികം ഇൻഹിബിഷൻസ് ഉണ്ടാവും, തടസ്സങ്ങൾ ഉണ്ടാവും. എന്തിനൊക്കെ, നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ലാക്ക് ചെയ്യുന്ന രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവും. അതേപോലെ തന്നെ കുറേ ആൾക്കാർക്ക് ഷൈ ആണ് ക്യാമറയുടെ മുന്നിൽ വരാനായിട്ടും, അതേപോലെ തന്നെ പുറത്തേക്ക് പബ്ലിക്കിൻ്റെ ഇടയിൽ സംസാരിക്കാനായിട്ടും കുറേ ആൾക്കാർക്ക് ഷൈ ആണ്. ആ ഒരു ഷൈ മാറ്റി എങ്ങനെ ഓവർകം ചെയ്യാം എന്നാണ് പറയാൻ പോണത്. Many of us believe that shyness is the natural enemy of confidence and it can ruin our performance. ruin എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നശിപ്പിക്കുക. അതായത് നല്ല കഴിവുള്ള വ്യക്തിയായിരിക്കും, ആ ഒരു ഷൈനസ് കൊണ്ട് മാത്രം ഉള്ളിൽ ഒതുങ്ങി പോകുന്ന രീതിയിലുള്ളതായി മാറാം. ദെൻ ഫോളോയിങ് സ്റ്റെപ്സ് ഇനേബിൾ യു ടു ഓവർകം ഇൻഹിബിഷൻ. ഇങ്ങനെയുള്ള തടസ്സങ്ങൾ എങ്ങനെ ഓവർകം ചെയ്തു വരാം, അതാണ് അടുത്ത സ്റ്റെപ്സ്. ഏതൊക്കെയാണ്? ഓൾവേസ് പ്രൊവൈഡ് യുവർ ഒപ്പീനിയൻ, എൻഷുവർ യുവർ ഇൻവോൾവ്മെൻറ്റ് ഇൻ ദി പ്രോഗ്രാം. ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ അതിൽ നിങ്ങൾ കൂടിയും ഇൻക്ലൂഡഡ് ആണെന്ന് നിങ്ങൾക്കും അവർക്കും തോന്നുന്ന വിധത്തിൽ എന്ത് ചെയ്യുക, നമ്മുടേതായിട്ടുള്ള ഒപ്പീനിയൻസ്, മറ്റുള്ളവർ എന്തും വിചാരിച്ചോട്ടെ, നമ്മുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് നമ്മൾ ഷെയർ ചെയ്യാൻ നോക്കുക. ദെൻ ഡോണ്ട് ബ്രൂഡ് ഓവർ യുവർ മിസ്റ്റേക്സ് ആൻഡ് ലെറ്റ് തിങ്സ് ഗോ. ബ്രൂഡ് ഓവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന്, മനുഷ്യന്മാരല്ലേ, എല്ലാവരുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്സ് ഉണ്ടാകും. പക്ഷേ നമുക്ക് പറ്റിയിട്ടുള്ളൊരു മിസ്റ്റേക്സിൽ നിന്നും അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് അത് തന്നെ ആലോചിച്ചു അങ്ങനെ പറ്റില്ലോ, ഇനിയിപ്പോൾ അവരെന്താ വിചാരിക്കുക, അങ്ങനെയുള്ള രീതിക്ക് അതിൽ മാത്രം നമ്മുടെ നെഗറ്റീവിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത്, നമ്മുടെ മിസ്റ്റേക്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാതെ നമ്മൾ മുന്നോട്ട് പോവുക. അടുത്ത കാര്യം നോക്കുക, അതവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യാതെ അതവിടെ വിടുക. ദെൻ grab every opportunity to present something. The more you rehearse before the speech, the more confident you will become. അതായത് എല്ലാ ഓപ്പർച്യൂണിറ്റിയും, നമുക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ തേടി പിടിക്കുക. ഒന്നും വേസ്റ്റ് ആക്കി കളയരുത്, ഒന്നും അവോയ്ഡ് ചെയ്ത് കളയരുത്. എല്ലാ ഓപ്പർച്യൂണിറ്റീസും നമ്മൾ ഉപയോഗപ്പെടുത്താം. ദെൻ അവിടെ പറയുന്നുണ്ട്, more you rehearse before the speech, the more confident you will become. അതായത് സ്പീച്ചിൻ്റെ മുന്നേ, നമുക്കൊരു സ്പീച്ച് പറയാനുണ്ടെങ്കിൽ ആ സ്പീച്ചിൻ്റെ മുന്നേ നമ്മൾ എത്രത്തോളം റിഹേഴ്സ് ചെയ്യുന്നു അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സ്പീച്ച് ഡെലിവർ ചെയ്യാനായിട്ട് പറ്റും. Then from networks of like-minded people with shy personalities fear that their views may be judged by colleagues. അതായത് കൂടെ പഠിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ കൊളീഗ്സിൻ്റെ അടുത്ത് നമ്മുടെ വ്യൂസൊക്കെ പറയുമ്പോൾ നമ്മളെ പറ്റി അവർ എന്ത് വിചാരിക്കും, മോശം വിചാരിക്കുമോ അല്ലെങ്കിൽ കളിയാക്കുമോ എന്നൊക്കെ പഠിച്ചിട്ട് കുറേ ആൾക്കാരുടെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് എല്ലാം ഷെയർ ചെയ്യാൻ പലരും മടിക്കുന്നുണ്ട്. ബട്ട് ഇഫ് യു ഡെവലപ്പ് എ ഫ്രണ്ട്ഷിപ്പ് വിത്ത് പീപ്പിൾ ഓഫ് സിമിലർ വേവ് ലെങ്ത് യു വിൽ ബി മോർ കംഫർട്ടബിൾ. പക്ഷേ നമുക്ക് എന്താണ്, നമ്മുടെ അതേ സെയിം വേവ് ലെങ്ത് ഉള്ള ആൾക്കാരായിട്ട് നമുക്കൊരു കണക്ഷൻ വരുത്തുകയാണെങ്കിൽ നമ്മൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കും. നമ്മുടെ ഐഡിയാസും നമ്മുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കും. ഗെറ്റ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ. നമ്മുടെ കംഫർട്ട് സോൺ പൊട്ടിച്ചെറിഞ്ഞ് അതിൽ നിന്നൊക്കെ പുറത്തു വരുമ്പോഴാണ് നമ്മുടെ ആ ഒരു പ്രൊഡക്ടിവിറ്റി കൂടുതലാവുന്നത്. ഓൾ പ്രൊഡക്റ്റീവ് ചേഞ്ചസ് ഇൻ ലൈഫ് ടേക്ക് പ്ലേസ് ഔട്ട്സൈഡ് യുവർ കംഫർട്ട് സോൺ. മെനി ഓഫ് us do not wish to fail. അല്ലേ, തോൽക്കുക എന്നുള്ളത് പലർക്കും ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിലും നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണ്. പക്ഷേ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാതെ, അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാതെ പുതിയ കാര്യങ്ങളിലേക്ക് വീണ്ടും വീണ്ടും മുന്നേറിക്കൊണ്ടിരിക്കുക. മൂവിങ് ടുവാർഡ് സംതിങ് വി ഫിയർ is an excellent way to destroy fear and inhibitions. അപ്പോൾ നമ്മൾ ബ്ലോക്ക് 3 യൂണിറ്റ് 1 കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി എങ്ങനത്തെ ടൈപ്പ് വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ദെൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.